നമുക്കൊരു ഹൃദയസ്പർശിയായ കഥ പറയാം അല്ലേ? ഈ കഥ മെക്സിക്കൻ കോടീശ്വരനായ ഹെക്ടർ സോസയെക്കുറിച്ചാണ്. ഹെക്ടർ ഒരു സാധാരണ ധനികനല്ല, മനസ്സ് നിറയെ നന്മയുള്ള മനുഷ്യനാണ്. 1990കളിൽ തൊട്ട് അവൻ തന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് മെക്സിക്കോയിലും ലാറ്റിനമേരിക്കയിലും ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം, വസ്ത്രം, വൈദ്യസഹായം എന്നിവ നൽകി. അവന്റെ മകൾ മാർഗരീറ്റ 18ാം ജന്മദിനം ആഘോഷിക്കാൻ കാലിഫോർണിയയിലെ സാൻ ഡിയാഗോയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തു. ഹെക്ടർ മകളുടെ ആഗ്രഹം നിറവേറ്റാൻ ഒരാഴ്ചത്തെ അവധിയെടുത്ത് അവളോടൊപ്പം യാത്ര ചെയ്തു. 3 ദിവസം അവർ അമേരിക്കയിൽ ചെലവഴിച്ചു. ഡിസ്നിലാൻഡ്, ലോസ് ഏഞ്ചൽസ്, സാൻ ഡിയാഗോ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ഒരു ദിവസം കൊറോനാഡോ ദ്വീപിലെ ഒരു ദരിദ്രമേഖല സന്ദർശിക്കാൻ ഹെക്ടർ തീരുമാനിച്ചു. മാർഗരീറ്റയ്ക്ക് ഈ ആശയം ഇഷ്ടപ്പെട്ടില്ല. എന്റെ ജന്മദിനത്തിന് എന്തിനാണിങ്ങനെയൊരു സ്ഥലം പോകുന്നത് എന്നവൾ പരാതിപ്പെട്ടു. പക്ഷേ പിണങ്ങാതെ അച്ഛനോടൊപ്പം പോയി. ഒരു ബോട്ട് യാത്രയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ഹെക്ടർ തന്റെ പേഴ്സ് കാണാതായതായി മനസ്സിലാക്കി. എല്ലാ പോക്കറ്റുകളും പരിശോധിച്ചു. മാർഗരീറ്റയോട് ചോദിച്ചു, പക്ഷേ പേഴ്സ് എവിടെയുമില്ല. അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ, ആ ദരിദ്രമേഖലയിൽ പോയപ്പോൾ ആരോ മോഷ്ടിച്ചതാകും എന്ന് മാർഗരീറ്റ ദേഷ്യപ്പെട്ടു. ഹെക്ടർ ശാന്തനായിരുന്നു. നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട, ഒരുപക്ഷെ ഞാൻ തന്നെ എവിടെയെങ്കിലും വീഴ്ത്തിയതാകാം എന്നവൻ പറഞ്ഞു. പേഴ്സിൽ പണം, ക്രെഡിറ്റ് കാർഡുകൾ, പ്രധാന രേഖകൾ എല്ലാം ഉണ്ടായിരുന്നു. മാർഗരീറ്റയ്ക്ക് ജന്മദിനാഘോഷം മുടങ്ങുമോ എന്ന ഭയവും. 2 മണിക്കൂറിന് ശേഷവും പേഴ്സിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ബോട്ടിലെ ജീവനക്കാർ തിരഞ്ഞെങ്കിലും ഒന്നും കിട്ടിയില്ല. മാർഗരീറ്റ കൂടുതൽ ദേഷ്യപ്പെട്ടു. അച്ഛനെ ആ ദരിദ്രമേഖലയിൽ ആരോ കബളിപ്പിച്ചു. എന്റെ ജന്മദിനം ഇങ്ങനെ മോശമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹെക്ടർ മകളെ ശാന്തമാക്കി. മാർഗരീറ്റ, ജീവിതം എപ്പോഴും എളുപ്പമല്ല. ഞാനും ഒരു ദരിദ്രമേഖലയിൽ നിന്നാണ് വളർന്നത്. എന്റെ അമ്മ പാചകക്കാരിയും അച്ഛൻ തയ്യൽക്കാരനുമായിരുന്നു. 14ാം വയസ്സിൽ ഞാൻ ജോലി തുടങ്ങി. കഷ്ടപ്പാടുകൾ എനിക്കുമറിയാം. മാർഗരീറ്റയ്ക്ക് അച്ഛന്റെ വാക്കുകൾ അത്ര ബോധിച്ചില്ല. പിറ്റേ ദിവസം ഹെക്ടറിന്റെ ഫോണിലേക്ക് ഒരു അപരിചിത നമ്പറിൽ നിന്ന് കോൾ വന്നു. നിന്റെ പേഴ്സ് എന്റെ കയ്യിലുണ്ട്, ഈ വിലാസത്തിൽ വരൂ എന്ന് ഒരു കുട്ടിയുടെ ശബ്ദം. മാർഗരീറ്റ ഭയന്നു. അച്ഛാ, ഇതൊരു കെണിയാകും, നമുക്ക് പോകേണ്ട എന്നവൾ പറഞ്ഞു. ഹെക്ടർ ശാന്തമായി പറഞ്ഞു, ആ ശബ്ദം ഒരു കുട്ടിയുടേതാണ്. എനിക്ക് വിശ്വാസമുണ്ട്. അവർ ഒരു സെക്യൂരിറ്റി ഗാർഡിനെയും കൂട്ടി ആ വിലാസത്തിലേക്ക് പോയി. എത്തിയത് ഒരു വളരെ ലളിതമായ മേഖലയിലാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള മെലിഞ്ഞ ഒരു ബാലൻ ഹെക്ടറിന്റെ പേഴ്സ് കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. ഹെക്ടർ പേഴ്സ് പരിശോധിച്ചു. എല്ലാം അതേപടിയുണ്ട്, ഒരു സെന്റ് പോലും കുറഞ്ഞിട്ടില്ല. ഹെക്ടർ ആ കുട്ടിയെ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. നിന്റെ പേരെന്താണ് മോനെ എന്നവൻ ചോദിച്ചു. എന്റെ പേര് പോൾ, കുട്ടി പറഞ്ഞു. ഞാൻ $2 ചോദിക്കുന്നു. നിന്നെ വിളിക്കാൻ ഞാൻ എന്റെ അനുജത്തിയുടെ ജന്മദിന കേക്കിനു വേണ്ടി കരുതിയ പൈസ ഉപയോഗിച്ചു. മാർഗരീറ്റ ആദ്യം ചിരിച്ചു. ഇവനെ നോക്ക്, എന്തൊരു കഥ എന്നു പറഞ്ഞു. പക്ഷേ പോൾ തുടർന്നു, എന്റെ അനുജത്തി സിൻഡിയുടെ ജന്മദിനമാണ് നാളെ. ഞങ്ങൾ തെരുവിൽ ജീവിക്കുന്നു. ഒരു കേക്ക് വാങ്ങാൻ ഞാൻ പൈസ ശേഖരിക്കുകയായിരുന്നു. പോളിന്റെ വാക്കുകൾ മാർഗരീറ്റയുടെ ഹൃദയത്തിൽ തട്ടി. അവന്റെ അനുജത്തിക്ക് തന്റെ ജന്മദിനത്തോട് ചേർന്നാണ് ജന്മദിനം. അവൾക്ക് കണ്ണീരടയ്ക്കാനായില്ല. ഞാൻ ഇവനെ തെറ്റിദ്ധരിച്ചു എന്നവൾ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്നവൾ തന്റെ ഹോട്ടൽ വിലാസം പോളിന് നൽകി. നീയും നിന്റെ അമ്മയും അനുജത്തിയും നാളെ എന്റെ ജന്മദിന പാർട്ടിക്ക് വരണം. ഇതാ $300. നിന്റെ കുടുംബത്തിന് നല്ല വസ്ത്രങ്ങൾ വാങ്ങൂ എന്നവൾ പറഞ്ഞു. അന്ന് രാത്രി മാർഗരീറ്റയ്ക്ക് ആഡംബര റെസ്റ്റോറന്റിൽ പോകാൻ തോന്നിയില്ല. അച്ഛാ, നമ്മളൊരു രാത്രി ചെലവഴിക്കുന്ന പൈസ കൊണ്ട് പോളിന്റെ കുടുംബത്തിന് 1 മാസം ജീവിക്കാം. നമുക്ക് ഹോട്ടലിൽ പിസ്സ വാങ്ങി നാളത്തെ പാർട്ടി പ്ലാൻ ചെയ്യാം എന്നവൾ പറഞ്ഞു. ഹെക്ടർ മകളെ അഭിമാനത്തോടെ നോക്കി. തന്റെ നന്മയുടെ വിത്തുകൾ മകളിൽ വളരുന്നത് അവൻ കണ്ടു. പിറ്റേന്ന് പോൾ, അനുജത്തി സിൻഡി, അമ്മ എലിസബത്ത് എന്നിവർ പുതിയ വസ്ത്രങ്ങളുമായി ഹോട്ടലിലെത്തി. $300 കൊണ്ട് അവർ വസ്ത്രവും ഭക്ഷണവും ബസ് ടിക്കറ്റും വാങ്ങി. 5 നക്ഷത്ര ഹോട്ടലിന്റെ ആഡംബരം കണ്ട് അവർ ഞെട്ടി. മാർഗരീറ്റ അവരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു. ഹോട്ടലിന്റെ പൂന്തോട്ടത്തിൽ ഒരു വലിയ പാർട്ടി ഒരുക്കിയിരുന്നു. പോളും സിൻഡിയും ആദ്യമായി ചോക്ലേറ്റ് കേക്കും മൂസും കഴിച്ചു. കുട്ടികൾ ഓടിക്കളിച്ചു. മാർഗരീറ്റയും അവരോടൊപ്പം സന്തോഷിച്ചു. ഹെക്ടർ തന്റെ ഹോട്ടൽ മാനേജർ സുഹൃത്തിനോട് എലിസബത്തിനെ പരിചയപ്പെടുത്തി. പോളിന്റെ സത്യസന്ധത കണ്ടപ്പോൾ ഇവന്റെ അമ്മയും നല്ലവളായിരിക്കണം എന്നവൻ പറഞ്ഞു. മാനേജർ പറഞ്ഞു, ഞങ്ങളുടെ ഹൗസ് കീപ്പിംഗ് മാനേജർ മോഷണക്കേസിൽ പുറത്തായി. ഞങ്ങൾക്ക് സത്യസന്ധനായ ഒരാളെ വേണം. എലിസബത്തിന് ഈ ജോലി ഏറ്റെടുക്കാമോ? എലിസബത്ത് ഞെട്ടി.
എനിക്കതിനുള്ള പരിചയമില്ല എന്നവൾ പറഞ്ഞു. നിന്റെ സത്യസന്ധതയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ബാക്കി ഞങ്ങൾ പഠിപ്പിക്കാം, മാനേജർ മറുപടി നൽകി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എലിസബത്ത് പുതിയ ജോലിയിൽ പ്രവേശിച്ചു. പോളും സിൻഡിയും പുതിയ വസ്ത്രങ്ങളും സ്കൂൾ സാധനങ്ങളുമായി സ്കൂളിൽ പോയി. ഹെക്ടറും മാർഗരീറ്റയും യാത്ര തുടർന്നു. പക്ഷേ ഹോട്ടലിലെ ആ പാർട്ടിയുടെ സന്തോഷം അവർക്ക് മറ്റൊരിടത്തും കിട്ടിയില്ല. മാർഗരീറ്റ അച്ഛനെ നോക്കി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛാ, നിന്റെ ജീവിതം എന്തിനാണ് നന്മ ചെയ്യാൻ വേണ്ടി ജീവിച്ചത്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ധനം പണമല്ല, മറിച്ച് നന്മയും സത്യസന്ധതയുമാണ്. നമുക്ക് ഈ രീതിയിൽ ജീവിതത്തെ കാണാമോ, അല്ലേ? പോളിന്റെ ഒരു ചെറിയ പ്രവൃത്തി അവന്റെ കുടുംബത്തിന്റെ ജീവിതം മാറ്റി. മാർഗരീറ്റയ്ക്ക് ജീവിതത്തിന്റെ മൂല്യം മനസ്സിലായി.